ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 21. ഒരു കുഞ്ഞാടിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നതായി ചിത്രങ്ങളിൽ കാണുന്ന ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ ആഗ്നസ്. ആഞ്ഞുസ് എന്നാണ് കുഞ്ഞാടിനുള്ള ലത്തീൻ വാക്ക്. ആഗ്നസ് എന്ന പേരുമായി അതിന് ഒരു സാമ്യമുണ്ട്. ഹാഗ്നെ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആഗ്നസ് എന്ന നാമം ഉത്ഭവിക്കുന്നത്. ശുദ്ധമായത്, വിശുദ്ധമായത്, നിർമ്മലമായത് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. വളരെ സുന്ദരിയായിരുന്നു അവൾ. പലരും അവളെ നോട്ടമിട്ടു. എന്നാൽ അവൾ തൻ്റെ നൈർമല്യം കൈവിടാൻ തയ്യാറായില്ല. അവളിൽ അനുരാഗമുണ്ടായിരുന്ന ഒരു യുവാവ് തൻ്റെ ഇംഗിതത്തിന് അവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ട് അവൾ ക്രിസ്ത്യാനി ആണ് എന്ന സത്യം ചക്രവർത്തിയെ അറിയിച്ചു. സെംഫ്രോണീസ് എന്നു പേരുള്ള റോമൻ പ്രീഫെക്റ്റ് ആഗ്നസിനെ നഗ്നയായി വലിച്ചിഴച്ച് വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോയി. അവൾ തന്റെ നീണ്ട തലമുടി കൊണ്ട് നഗ്നത മറയ്ക്കാൻ ആവത് ശ്രമിച്ചു. സെംഫ്രോണീസിന്റെ മകൻ അവളുടെ നഗ്നത കാണായി സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അവന്റെ കാഴ്ച പോയി. ഇത് കണ്ട സെംഫ്രോണിയസ് പേടിച്ച് അവളെ വിചാരണ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങി. പകരം വേറൊരു പ്രീഫെക്റ്റ് ചാർജ് എടുത്തു. അവളെ മരത്തോട് ബന്ധിച്ച് ചുറ്റും ചിറക് കൂട്ടി തീ കൊളുത്തി. എന്നിട്ടും അവൾ കരയുന്നില്ലെന്ന് കണ്ട പട്ടാളക്കാരൻ കുന്തമെടുത്ത് അവളുടെ കഴുത്തിൽ കുത്തിയിറക്കി. ചോര പുഴ പോലെ ഒഴുകി. കണ്ടു നിന്നിരുന്ന ചില ക്രിസ്ത്യാനികൾ തങ്ങളുടെ വസ്ത്രം അവളുടെ ചോരയിൽ മുക്കിയെടുത്തു. പിന്നെ റോമായിലെ നൊമൻഡാന വഴിയിൽ അവളെ സംസ്കരിച്ചു. വെളിപാട് പുസ്തകം 7:14 പറയുന്നത് അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വസ്ത്രങ്ങൾ ധരിച്ച വിശുദ്ധരാണെന്നാണ്. അവരാണ് സ്വർഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത്. ഇവിടെ കുഞ്ഞാടിനെ കൈപ്പിടിച്ച് നിൽക്കുന്ന ആഗ്നസിനെ കുത്തിയിറക്കിയ ആ രക്തത്തിൽ ഈ ക്രിസ്ത്യാനികൾ അവരുടെ വസ്ത്രം ഇങ്ങനെ മുക്കിയെടുത്തു. അവളുടെ രക്തസാക്ഷിത്വൻ്റെ ആ തെളിവും അതുപോലെ തിരുശേഷിപ്പും അവളുടെ ജീവരക്തമാണല്ലോ അതെല്ലാം. ഈ അവൾ ജനിച്ചത് 291 മരിച്ചത് 304. എത്ര വയസ്സ്? 12 വയസ്സ്. 12 വയസ്സുള്ളപ്പോൾ രക്തസാക്ഷിയിൽ മരിച്ച ഒരു പെണ്ണാണ് വിശുദ്ധ ആഗ്നസ്. ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെ ആംഗ്ലിക്കൻ സഭ, ലൂതറൻ സഭ, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ, കത്തോലിക്ക സഭ എല്ലാവരും വിശുദ്ധയായി വണങ്ങുന്ന ഒരാളാണ്. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ചിലരൊഴിച്ച് ബാക്കി എല്ലാ സഭകളും വിശുദ്ധരെ വണങ്ങുന്നുണ്ട്. ഈ വിശുദ്ധ ആഗ്നസ് 12 വയസ്സുള്ള പെൺകുട്ടി കർത്താവിന് വേണ്ടി അവളുടെ നൈർമല്യം സൂക്ഷിച്ച് മരിച്ചവളാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ കന്യകാത്വം വേണ്ട, തോന്നി പോലെ ജീവിക്കാം, കല്യാണത്തിന് മുമ്പ് ലൈംഗിക ബന്ധമാകാം, കല്യാണത്തിന് പുറത്ത് ലൈംഗിക ബന്ധമാകാം, അങ്ങനെ തോന്നി പോലെ ജീവിക്കാം എന്ന് കരുതുന്ന കുറച്ചെങ്കിലും പേരെങ്കിലും കരുതുന്ന, അത് പ്രചരിപ്പിക്കുന്ന ഒരു സമുദായത്തിലാണ്. എന്താണ് അവർ ചെയ്യുന്നതെന്ന് വാസ്തവത്തിൽ അവർ അറിയുന്നില്ല. എത്രമാത്രം വലിയ ദ്രോഹമാണ് സമുദായത്തിനും തങ്ങൾക്ക് തന്നെയും ചെയ്യുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം മാനസാന്തരം ഉണ്ടാകാനും ഈ മനസ്സിൻ്റെയും ചിന്തയുടെയും വാക്കിൻ്റെയും ശരീരത്തിൻ്റെയും നൈർമല്യം, നിർമ്മലത എല്ലാ അർത്ഥത്തിലും കാത്തു സൂക്ഷിക്കാനും, അങ്ങനെ ഈ കന്യകാത്വത്തിന് വലിയ വിലയുണ്ട്, അതാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന്, അത് ആണിനും പെണ്ണിനും ഒരുപോലെ വിലപ്പെട്ടതാണ് എന്ന ബോധ്യമൊക്കെ ഉണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.